തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് UDF MLA മാർ നടന്ന സത്യഗ്രഹ സമരം രണ്ടാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നു. TJ സനീഷ് കുമാർ ജോസഫും AK അഷ്റഫുമാണ് നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹം അനുഷ്ഠിക്കുന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് പ്രതിപക്ഷമെന്ന നിയമസഭയിൽ ഉന്നയിക്കും. MG പ്രതീഷ് കൂടുതൽ വിശദാംശങ്ങളുമായി നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും തത്സമയം ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN കുറെ നാളുകൾക്ക് ശേഷം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു വേദി, അതാണ് ഈ നിയമസഭാ സമ്മേളനം. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ നിയമസഭയിൽ എത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംസ്ഥാനത്ത് നടന്ന കസ്റ്റഡി മർദ്ദനങ്ങളായിരുന്നു പ്രതിപക്ഷം വലിയ വിഷയമായി സഭയിൽ കൊണ്ടുവന്നത്. ഇന്നും വലിയ രീതിയിൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കസ്റ്റഡി മർദ്ദന വിഷയങ്ങൾ വീണ്ടും തുടർച്ചയായി സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരിക. അത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമാകുന്നു എന്നുള്ളൊരു വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നത്. ഇതുവരെ 19 മരണങ്ങളാണ് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 71 ആക്റ്റീവ് കേസുകളും നിലവിൽ കേരളത്തിലുണ്ട്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ഒരു വിമർശനമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയും ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും കൃത്യമായ ഒരു ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യവും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും ഇന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുക. ഇതിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വിവിധ കണക്കുകളും ഈ സർക്കാർ സ്വീകരിച്ച നടപടികളും പറഞ്ഞുകൊണ്ടായിരിക്കും പ്രതിപക്ഷ വിമർശനങ്ങളെ, പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്. എന്തായാലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കും അടിയന്തര പ്രമേയത്തിൽ വലിയ ഈ വാക്കേറ്റങ്ങൾക്ക് ഇന്ന് ഇടയുണ്ടാക്കുക. ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ചോദ്യോത്തര വേളയിൽ എത്തുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ വിഷയവും ഇന്ന് നിയമസഭയിൽ എത്തുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്ത് ഷോക്കേറ്റുണ്ടായ മരണങ്ങളും ഈ ചോദ്യോത്തര വേളയിൽ നിയമസഭയിൽ എത്തും. ഒപ്പം 2 ബില്ലുകളും സഭയിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ വലിയ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്കായിരിക്കും ഇന്ന് നിയമസഭ വേദിയാവുക. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നും സഭയിൽ എത്തില്ല എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. SKN. ഓക്കെ, താങ്ക് യു പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.